ഇക്ക എപ്പോൾ എത്തും? ഞാനിവിടെ കാണത്തില്ല കേട്ടോ. ഞാൻ ജോലിക്ക് പോവാണ്. ഞാൻ ഷെമിയുടെ എല്ലാ കാര്യം പറഞ്ഞേക്കേ. ഞാൻ ഇവിടെ ഷെമി ഉണ്ടാവും. ഇക്ക അങ്ങ് വന്നാൽ മതി. ഞാൻ വരാൻ കുറച്ച് താമസിക്കും. ഇക്ക ശരി എന്നാ. ഓ ഷെമി, ഇക്ക എപ്പോൾ വരുവേ? ഞാൻ പോവേണേ. ഇക്ക പോവാൻ ഇറങ്ങിയോ? ഇന്ന് പോണോ ഇക്ക? ഇക്ക ഒരു അരമണിക്കൂറിന് അവിടെ എത്തും. ഞാൻ വരാൻ കുറച്ച് താമസിക്കും. ഞാൻ ഇക്കാടുത്ത് പറഞ്ഞിട്ടുണ്ടേ. അല്ലക്ക, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇക്ക ഇവിടെ നിന്നേ പറ്റൂ. നീ എന്താ പറയുന്നത്? എന്നിട്ട് പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് ഇക്കാടുത്ത് പറയണം. ഇക്ക ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇക്കാക്കും കൂടെ അവകാശപ്പെട്ട വീടായത്. ഇക്ക ഇവിടെ വരാതെ പിന്നെ എവിടെ പോവാൻ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇക്ക ഇവിടെ താമസിക്കണ്ട. ഇക്ക ഞങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇക്ക കഴിഞ്ഞിട്ടേ ഉള്ള നമുക്ക് വേറെ എന്തും. ഇവിടെ കുടുംബ വീട്ടിൽ വരാതെ പിന്നെ എവിടെ പോവാൻ? ഞാനും നീയും മാത്രമേ ഉള്ളോ? ശരിയാണ്. ഇക്ക ഇവിടെ വരും, ഇവിടെ താമസിക്കും. കുടുംബമൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇനി അത് തുടർന്നുകൊണ്ടൊന്നും പറ്റത്തില്ല. ഇക്കടുത്ത് വേറെ ഏതെങ്കിലും വീടെടുത്ത് താമസിക്കാൻ പറ. ഇനി സ്ഥിരമായിട്ട് ഇവിടെ അല്ലേ നിൽക്കാൻ പോകുന്നത്. ഇക്കായുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നമ്മളാണ്. ഞാനൊരു കടയിൽ പോയെന്നും പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇക്കായ നല്ലപോലെ നീ നോക്കിക്കൊള്ളണം. കടയിൽ പൈസയൊക്കെ കാണുമല്ലേ? ഗൾഫിൽ നിന്നല്ലേ വരുന്നത്. വേറെ വീടെടുത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ട് ഇവിടെ താമസിക്കുകയോ ചെയ്യാൻ പറ. ഇക്ക കല്യാണം കഴിക്കുന്ന ഇക്കാടെ ഇഷ്ടം. അല്ല, ഇവിടെ ഞാനും ഇക്കായും മാത്രം താമസിക്കുന്നിടത്ത് താമസിച്ചാലുണ്ടല്ലേ നാട്ടുകാർ വേറെ എന്തെങ്കിലും പറയും. ഇക്ക മാസം തോറും അയച്ചു തരുന്ന പൈസ കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നിനക്കറിയാല്ലേ? ഇക്ക എൻ്റെ അടുത്ത് ചൂടാവാനല്ല ഞാൻ പറഞ്ഞത്. ഇക്കായ നോക്കാൻ പറ്റത്തില്ലെന്നോ? ഇക്ക ഇവിടെ വന്നാ എന്താ കുഴപ്പം? അവൾ ഒറ്റയ്ക്ക് ജീവിച്ചങ്ങ് സുഖിച്ചു പോയി. ഞാൻ പോവേണ്. ഇക്ക വരുമ്പോഴത്തേക്കും ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി റെഡിയായിക്കോട്. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വരുന്ന ഒരാളാണ്. ആളിനെ ഇവിടെ വരുമ്പോൾ പട്ടിണിക്കൊന്നും ഇടാൻ നിൽക്കരുത് നീ. നിനക്കിവിടെ ജീവിച്ചേ പറ്റൂ. പക്ഷേ നീ ഇക്കാടെ കാര്യങ്ങളൂടെ നോക്കി ജീവിച്ചാൽ മതി. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ പലതും പറയും, അത് നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ഞാൻ പോവേണ്. ഷെമി, അൻസർ കടയിൽ പോയല്ലേ? ഇക്ക കടയിൽ പോയിക്ക. നിന്നെ ഒറ്റയ്ക്കൊന്ന് കണ്ട് സംസാരിക്കണം എനിക്ക്. ഇക്ക എന്നെ അങ്ങനെയൊന്നും കാണരുത്. സുഖം. ഇനി ഞാൻ പോകുന്നില്ല. ഇവിടെ തന്നെ കൂടുക. അവൻ നിന്നെ കല്യാണം കഴിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ നാട്ടിൽ ഒന്ന് കൂടണമെന്ന്. അപ്പം നല്ല മാറ്റം ഉണ്ടല്ലേ നിനക്ക് പഴയതിനെക്കാളും. ഇക്ക ഇപ്പൊ അതൊന്നും മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? കൊച്ചു കളി. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇക്കാട് അനിയന്റെ ഭാര്യ. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? നമുക്കിവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ കഴിയാം. അതൊന്നും ശരിയാവത്തില്ല. ഇങ്ങ് വാ, നീ പെട്ടിയെടുത്ത് റൂമിലോട്ടുണ്ട് പോയി. ഈ പെട്ടിക്കകത്തുള്ള എല്ലാം നിനക്കുള്ളതാ. എനിക്കതൊന്നും വേണ്ട. പറയട്ടെ, ഞാൻ പറയുന്നല്ലേ. നീ എടുത്ത് റൂമിലോട്ട് കൊണ്ടുപോകും. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നിങ്ങളുടെ അനിയന്റെ ഭാര്യയല്ലേ. പണ്ട് നമ്മൾ പ്രേമിച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അനിയന്റെ ഭാര്യ. എന്നെ അങ്ങനെ കാണാവൂ, അനിയത്തിയായിട്ട് മാത്രമേ കാണാവൂ. ഞാൻ നിന്നെ അതുകൊണ്ട് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് തന്നെ നമ്മൾ ഇത് ഉദ്ദേശിച്ചല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. അന്ന് നിങ്ങളെ ഞാൻ പ്രേമിച്ചിരുന്നു, അന്നൊക്കെ ശരി തന്നെ ആയിരിക്കും. പക്ഷെ അതോടുകൂടി ആ ബന്ധമൊക്കെ തീർന്നു. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അനിയന്റെ ഭാര്യയാണ്.
എനിക്കതേ പറ്റൂ. നിങ്ങൾ മറ്റൊരു കണ്ണുകൊണ്ട് എന്നെ കാണരുത്. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്നോട് മറ്റൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇക്കായ്ക്കൊന്നും അറിയത്തില്ല. അറിയരുത്. എന്റെ ജീവിതം നിങ്ങൾ തകർക്കരുത്. നിങ്ങൾ ഇവിടെ നിൽക്കരുത്. നിങ്ങൾ ഇവിടുന്ന് പോണം പ്ലീസ്. ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കരുത്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും, നിന്റെ കൂടെ തന്നെ ജീവിക്കുകയും ചെയ്യും. പറ്റരുത്. ഞങ്ങളെ ജീവിതം തകർക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇക്ക, അസ്സലാമു അലൈക്കും. ഇക്ക എപ്പോൾ എത്തി? നീയാ? വാലേക്കും അസ്സലാം. 11 മണിയായപ്പോൾ വന്നടാ. യാത്രയൊക്കെ സുഖമായിരുന്നാ? സുഖമായിരുന്നു യാത്രയൊക്കെ. ഇക്ക ആഹാരമൊക്കെ കഴിച്ചാ? കഴിച്ചില്ലടാ. ഇതുവരെ കഴിച്ചില്ലേ? 4 മണിയായല്ലേ? ഷെമി, പെണ്ണ റൂമിൽ കാണും. ഇതിനകത്ത് കയറിയിരിക്കുന്ന ഷെമി എവളായി? ഡേയ്, വന്നായിരുന്നോ? നീ ഇക്കാക്ക് ചോറ് കൊടുത്താ? അത് ഞാൻ ഇക്ക വന്നല്ലേ അപ്പൊ കൊടുക്ക. 4 മണിയായില്ലേ? നീ ഇത്രയും നേരം ഇതിനകത്ത് കഥ അടച്ചിരുന്ന? അല്ല, എനിക്ക് നല്ല തലവേദന. ഒന്ന് കിടന്നേക്കാം. ഈ വന്നിരുന്ന എന്റെ ചേട്ടൻ തന്നെ? അല്ല, ഇപ്പൊ കൊടുക്കാക്ക. ഞാനങ്ങിച്ച് കിടന്നുറങ്ങിപ്പോയി. അത് ഞാൻ ഇപ്പൊ എടുക്കാം. നീ ഇങ്ങനെയാണ് ഒരാൾ വീട്ടിൽ വന്നത്? ഇതാണ് അതിന്റെ മര്യാദ? കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? അതാരാണ്? എന്റെ ചേട്ടനല്ലേ വന്നിരിക്കുന്നത്. പോട്രാ, അതൊന്നും കുഴപ്പമില്ല. നില്ലിക്ക. കൊടുക്കാനുള്ള അപ്പോഴെപ്പോഴും കൊടുത്തില്ലെങ്കിലേ ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കും. എനിക്ക് വിശക്കുന്നതെന്നല്ല, കുഴപ്പമില്ലടാ, പോട്ട്. അല്ല, ഞാൻ ഇപ്പൊ എടുത്തു വെക്കാം. വേണ്ട, നീ ഒരു കുന്തം എടുക്കണ്ട. വായിക്ക, ഞാൻ എടുത്തു തരാം. എന്നാ നീ പോയി എടുത്ത് വൈ. ഡേയ്, അവനെ ഞാൻ പറയുന്നതേ കേൾക്കൂ. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറയും. എന്നോട് ഇങ്ങനെ പെരുമാറരുത്. ആ മനുഷ്യനോട് എനിക്ക് ഇങ്ങനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യവും അവൻ്റെ അടുത്ത് പറയേണ്ടി വരും. പറയണോ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ, ജോലിയിലാണോ? അങ്ങോട്ട് പോ. ജോലിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, അങ്ങ് പോ. ഇക്ക ഉണ്ട്. ഇക്ക കണ്ടാ പ്രശ്നമാവും. ഇക്ക കണ്ടാലോ? അതിനിപ്പോ ഇവിടെ എന്താ നടന്ന്? ഇങ്ങോട്ട് വന്ന എന്തിന്? പോങ്ങ്. ഇക്ക അറിയും എല്ലാം. ചെല്ല്. ഇക്കാക്കെല്ലാം അറിയാം. എന്തോ അറിയാന്ന്? ഇക്കാക്കെല്ലാം അറിയാം. വെറുതെ നിങ്ങൾ ഓരോന്നും പറയണ്ട. ഞാൻ പറയും. ഞാൻ ഇക്ക അടുത്ത് വിളിച്ചെല്ലാം പറയും. ഞാൻ ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നീ പറയുന്ന ഒന്നും അവിശ്വസിക്കത്തില്ല. ഞാൻ പറയും. ഇക്ക പറയും. നിങ്ങൾ ഇന്ന് രണ്ടിലൊന്ന് പരിഹാരം കാണണം. എനിക്ക് ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് വയ്യായിരുന്നു. എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ വയ്യ. ഞാൻ ഇക്കടുത്ത് എല്ലാം പറയും. എന്ത് ഷമി? ഇയാളെന്നോട് മോശമായിട്ട് പെരുമാറി. എന്നെ വന്ന് എന്റെ ദേഹത്ത് പിടിച്ച്. നിന്നോട് മോശമായി പെരുമാറിയെന്നാ? കൊള്ളാം. ഇതെന്റെ ചേട്ടനാണ്. വന്നപ്പോ തൊട്ട് ഇങ്ങനെയാ? എനിക്കറിയാം. ഞാൻ കൊച്ചിലോട്ട് കാണുന്ന ആളാണ്. ഇല്ല, ഞാൻ അറിഞ്ഞു വെച്ചിട്ട് തന്നെ നിന്നെ കല്യാണം കഴിച്ചത്.
പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ചെയ്തതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ്. മനഃപൂർവ്വമായിരുന്നു. അപ്പൊ എന്റെ അനിയൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ എനിക്കൊരു കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ഈ പണ്ട് എന്റെ ഇക്കായെ പറ്റിച്ച കാര്യമൊക്കെ എനിക്കറിയാവുന്നതാ. അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ലല്ലോ. അന്ന് ഇക്കാടെ പണം ഇല്ലാത്തോണ്ട് ഇക്കായെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ പോയി. എന്റെ പണം ഉണ്ടാന്ന് പറഞ്ഞപ്പോ നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല വാശി, ആണുങ്ങൾക്കും ഉണ്ട്. പറഞ്ഞു തീർന്നാ? ഇനി പറയാനുണ്ടോ എന്തായാലും? നിന്റെ കല്യാണാലോചന വന്നപ്പോഴേ ഇക്കാലത്ത് ഞാൻ പറഞ്ഞതാ, നീ എന്നെ ചതിച്ചിട്ട് പോയതേ ഒന്നുമില്ലാത്തതിന്റെ പേരിലല്ലായിരുന്ന. ഞാന് അവന് കടയിട്ട് കൊടുത്തത് ഞാനാ, എന്റെ സ്വന്തം പൈസക്ക്. അപ്പൊ അവനൊരു ബിസിനസ് ഉണ്ടായിരുന്നപ്പം നീ അവനോട് കല്യാണം കഴിക്കാൻ നീ സമ്മതിച്ച്. എനിക്കൊന്നും ഇല്ലായിരുന്നപ്പോഴേ നീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയല്ലേ? ആ, ജീവിതം എന്ന് പറയുന്നത് പൈസ എല്ലാം ഒന്നും നടക്കുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോ തൊട്ടേ അവന് നിന്നെ അറിയായിരുന്നു. അവന് എന്നോട് ചോദിച്ചിട്ട് തന്നെ നിന്നെ കല്യാണം കഴിച്ചത്. ഇതിനാ ഞാൻ ഇക്കായ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നിനക്കൊരു പണി തരാം. അവനാണ് പറഞ്ഞത് നിനക്കൊരു പണി തരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിങ്ങ് വരുത്തിയത്. എന്നെക്കാളും കൂടുതൽ വിഷമിച്ച അവനാ നീ എന്നെ ചതിച്ചപ്പോഴേ. അന്ന് അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. നീ ഇപ്പൊ എന്നെ സ്വന്തം ചേട്ട പോലെ കണ്ടാ മതി. ഞാൻ നിന്നെ ഇപ്പൊ വേറെ രീതിയിലും കാണുന്നില്ല. നീ എന്റെ അനിയത്തി തന്നെയാണ്. യോൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോകും. നിങ്ങൾക്ക് ഞാനൊരു ബാധ്യത ആവത്തില്ല, നീ പേടിക്കണ്ട. നിങ്ങളെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. കേട്ടടാ, നിന്റെ മനസ്സിലൊന്നും വെക്കരുത്. നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ കളഞ്ഞിക്ക, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലക്ക. പിന്നെ അന്നത്തെ ഒരു വാശി എനിക്ക് ഉണ്ടായിരുന്നോണ്ട് ഞാനതൊക്കെ കളഞ്ഞു. ഇവിടം കൊണ്ട് ഇതെല്ലാം അവസാനിച്ചേ. അത് കുഴപ്പമില്ലക്ക, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നത്. വാശിയും വിഷമോ വൈരാഗ്യം ഒന്നും വേണ്ട. ശരി എന്നാ. ഇപ്പൊ വിഷമെല്ലാം മാറിയല്ലേ? പോട്ടെ. പിന്നെ ഞാൻ പോകുന്നില്ല, 2 ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും. ഞാൻ മറ്റന്നാളെ പോവും. റെസ്റ്റ് എടുത്ത് വെക്കാം. സന്തോഷായില്ലേ?